ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈയിടെ മെസ്സിയുമായി ബന്ധപ്പെട്ട ഒരു റൂമർ പുറത്തേക്ക് വന്നിരുന്നു. അതായത് അമേരിക്കയിലെ സീസൺ അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മെസ്സിയെ ഇനി കാത്തിരിക്കുന്നത് ഏകദേശം ഒരു 3-4 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ബ്രേക്കാണ്. അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ മെസ്സിയെ ലോൺ അടിസ്ഥാനത്തിൽ കൊണ്ടുവരാൻ വേണ്ടി തുർക്കിഷ് ക്ലബ്ബായ ഗലാറ്റസറെ ശ്രമിക്കുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ. തുർക്കിയിലെ മാധ്യമങ്ങൾ തന്നെയായിരുന്നു ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇത് ശരിവെച്ചുകൊണ്ട് പ്രമുഖ അർജന്റീൻ മാധ്യമമായ ഡി സ്പോർട്സ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് 3 ക്ലബ്ബുകൾ ഇന്റർ മയാമിയെ മെസ്സിക്ക് വേണ്ടി ഇപ്പോൾ സമീപിച്ചു കഴിഞ്ഞു എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മെസ്സിയെ കുറഞ്ഞ കാലത്തേക്ക് ലോൺ അടിസ്ഥാനത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഗലാറ്റസറെ ഇന്റർ മയാമിയെ സമീപിച്ചിട്ടുണ്ട്. ഇതിന് പുറമെ പ്രീമിയർ ലീഗ് വമ്പന്മാരായ ചെൽസി മെസ്സിക്ക് വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട് എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൂടാതെ പോർച്ചുഗീസ് ക്ലബ്ബായ ബെൻഫിക്കയും മെസ്സിക്ക് വേണ്ടി അന്വേഷണം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ 3 ക്ലബ്ബുകളുടെയും ഇൻട്രസ്റ്റ് ഇന്റർ മയാമി നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് മെസ്സിയെ വിട്ടു നൽകാൻ ഉദ്ദേശിക്കുന്നില്ല, ലോണിലാണെങ്കിലും മെസ്സിയെ കൈമാറാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന ഒരു തീരുമാനമാണ് ഇന്റർ മയാമി എടുത്തിട്ടുള്ളത് എന്നാണ് ഡി സ്പോർട്സ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇന്റർ മയാമി പുതിയ ഒരു സ്റ്റേഡിയം നിർമ്മിക്കുന്നുണ്ട്. മെസ്സിക്ക് ശേഷം അദ്ദേഹത്തിന്റെ പേര് നൽകാൻ ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞു, അഥവാ ആ സ്റ്റേഡിയത്തിന് മെസ്സിയുടെ പേര് നൽകാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന കാര്യം കൂടി ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും മെസ്സി ഇന്റർ മയാമിക്ക് പുറത്തേക്ക് പോവില്ല, യൂറോപ്പിലേക്ക് മെസ്സി എത്തില്ല, അമേരിക്കയിൽ തന്നെയായിരിക്കും അദ്ദേഹം തുടരുക എന്നാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.